യഥാർത്ഥത്തിൽ ദുഃഖത്തോടു കൂടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. സ്കൈ വോക്ക് എന്ന് പറയുന്നത് ഈ സമൂഹത്തിലെ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ ജനങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. അതിനുവേണ്ടിയുള്ള ഇനീഷ്യേറ്റീവ് എടുത്തു, അതിനുള്ള ഫിനാൻഷ്യൽ സാങ്ഷൻ വന്നു, അത് ടെൻഡർ കൊടുത്തു, അതിൻ്റെ നടപടികളെല്ലാം ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നതാണ്. ഗവൺമെൻറ് മാറിക്കഴിഞ്ഞപ്പോൾ ഈ പദ്ധതിയും പൊളിക്കാനുള്ള നടപടികളായി. ഓരോ ദിവസവും ഓരോ പുതിയ വാദഗതികളാണ് പറഞ്ഞത്. ഈ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി നിരവധി തലങ്ങളിൽ നിരവധി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അന്ന് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ ആന്റണി രാജു, അന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ വി.എൻ. വാസവൻ, ഞാനടക്കം ജനപ്രതിനിധികളെല്ലാവരും അതിന് അനുകൂലമായി നിൽക്കുകയായിരുന്നു. എനിക്ക് ഏറ്റവും അവസാനമായിട്ട് ഒരു കത്ത് കളക്ടറുടെ കിട്ടിയിട്ടുള്ളത് അന്ന് നൽകിയിട്ടുള്ള 5,20,18 ലക്ഷം രൂപ, ആ 18 ലക്ഷം രൂപയ്ക്ക് ഈ പുതിയ എസ്റ്റിമേറ്റിൽ അത് തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവരുടെ കാൽക്കുലേഷൻ അനുസരിച്ച് ഏറെക്കുറെ 1,65 ലക്ഷം രൂപയുടെ കുറവുണ്ടാകുന്നു. ഈ 1,65 ലക്ഷം രൂപ കൂടി കണ്ടെത്തണം. ഗവൺമെൻറ് പറയുന്നത് 5,18 ലക്ഷത്തിൽ ഒതുക്കി നിർത്തണം. പക്ഷേ അഡീഷണലായിട്ട് വരുന്ന ഈ തുക എവിടെ നിന്ന് കിട്ടും, അത് MLA ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി ജില്ലാ കളക്ടർ എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യം. ഞാൻ ആ ചോദ്യത്തിന് പോസിറ്റീവായി മറുപടി കൊടുത്തു. കാരണം എങ്ങനെയെങ്കിലും ഈ പദ്ധതി നടപ്പാക്കട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ട് MLA ഫണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾക്കല്ല മറ്റൊത്തിരി കാര്യങ്ങൾക്ക് വിനിയോഗിക്കേണ്ടതാണ്. എങ്കിൽ പോലും കോട്ടയം നിവാസികളുടെ സ്വപ്ന പദ്ധതി മുടങ്ങിപ്പോകരുത് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അതിനും തയ്യാറായി. ഇപ്പോൾ പുതിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ പറയുന്നു ഈ പണി ഏറെക്കുറെ പകുതിയായപ്പോൾ പറയുന്നത് ഇതിന് ടെക്നിക്കലായിട്ട് ഡിഫക്റ്റ് ഉണ്ട്, മറ്റ് തകരാറുകളുണ്ട് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ നേരത്തെ പറയാൻ മേലായിരുന്നു. അന്ന് കാണാത്ത തകരാറ് എന്താ ഈ 8 കൊല്ലം കഴിഞ്ഞിട്ട് കാണുന്നത്? അപ്പോൾ പദ്ധതി പൊളിക്കാൻ വേണ്ടി ആ സ്കീമിനെ അവർ ചോദ്യം ചെയ്യുകയാണ്. ഇനി സ്കൈ വോക്ക് എന്ന് പറയുന്ന തീമിനോടാണ് അവർക്ക് എതിർപ്പ് എങ്കിൽ തിരുവനന്തപുരത്ത് എന്തിനാ സ്കൈ വോക്ക് പെടുന്നത്? തൃശ്ശൂരിൽ എന്തിനാ സ്കൈ വോക്ക് പെടുന്നത്? ബാക്കി പലയിടത്തും സ്കൈ വോക്ക് പണിയുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കുന്നത് ഇവിടെ മാത്രം നടക്കില്ല എന്ന് പറയുന്നത് സത്യത്തിൽ ജനങ്ങളെ പുച്ഛിക്കുന്നതിന് തുല്യമാണ്. അതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം ജനാധിപത്യത്തിൽ പൗരാവകാശമുണ്ട്. ആ പൗരാവകാശ നിഷേധമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നിഷേധത്തെ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. ഇതോടൊപ്പം കോടിമത പാലം, ഇപ്പോൾ ആ പാലം ഏതാണ്ട് 8 കൊല്ലമായി ഇവിടെ ആകാശത്തിൽ നിൽക്കുകയാണ്. അതിന് അന്നുണ്ടായിരുന്ന എസ്റ്റിമേറ്റ് തുകയനുസരിച്ച് ആ പാലം പണി പൂർത്തിയാക്കി ആളുകൾക്ക് സഞ്ചാരയോഗ്യമാക്കി കൊടുക്കാമായിരുന്നു. എന്നിട്ടും അഡീഷണലായിട്ടുള്ള 8 കോടി രൂപ കൂടി അവിടെ മുടക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? ഗവൺമെൻറ് ഡിലേ ഉണ്ടാക്കിയത് കൊണ്ട്. 8 കൊല്ലത്തെ ഡിലേ കൊണ്ടാണ് ഈ എസ്റ്റിമേറ്റ് എസ്കലേഷൻ ഇങ്ങനെ വന്നത്. എന്തിനാ അതൊക്കെ ചെയ്തത്? ഞങ്ങൾ കേരള ഗവൺമെൻറ്റിലോട്ട് സത്യത്തിൽ 420 കോടി രൂപയ്ക്കുള്ള ഭൂമി കൊടുത്തതാണ്. ഞങ്ങളുടെ ബൈപ്പാസ്, 3 ബൈപ്പാസിന് വേണ്ടി ഞങ്ങൾ സൗജന്യമായി ഭൂമി കൊടുത്തതാണ്. ഈരക്കടവ് മണിപ്പുഴ റോഡ് ഞങ്ങൾ സൗജന്യമായി ഭൂമി കൊടുത്തതാണ്. അവിടെ സിമെൻറ്റ് ഫാക്ടറിയുടെ അവിടെ നിന്ന് പാറേച്ചാലിൻ്റെ ബൈപ്പാസ് ഞങ്ങൾ സൗജന്യമായി ഭൂമി കൊടുത്തതാണ്. അതോടൊപ്പം തന്നെ വടവാതൂരിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന റോഡിൽ മോസ്കോ കവല വരെയുള്ള സ്ഥലം ഞങ്ങൾ സൗജന്യമായി ഭൂമി കൊടുത്തതാണ്. ഇവിടെ സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി 11.5 ഏക്കർ സ്ഥലം ചിങ്ങമനത്ത് ഞങ്ങൾ ഗവൺമെൻറ്റിലോട്ട് കൊടുത്തതാണ്. പക്ഷേ ഞങ്ങൾക്കെന്താ തരുന്നത്? ഞങ്ങൾക്കൊന്നും തരുന്നില്ല. ഞങ്ങളുടെ ഉണ്ടായിരുന്ന പദ്ധതി കൂടി ചവിട്ടി മെതിക്കുകയാണ്, തകർക്കുകയാണ്. അത് എവിടെ ആ പദ്ധതിയുടെ ഏത് ഭാഗത്താ സ്ഥലമേറ്റെടുപ്പെന്ന് പറഞ്ഞിട്ടുള്ളത്? ഇവരെന്നോട് ആദ്യം 5 ചോദ്യം ചോദിച്ചു. പിന്നെ അവർക്ക് തോന്നി 5 പോരാ, ഒരു 5 കൂടെ വേണമെന്ന്. അങ്ങനെ 10 ചോദ്യം ചോദിച്ചു. ഇന്നലെ അവർക്ക് തോന്നി 10 പോരാ, 5 കൂടെ വേണമെന്ന്. അങ്ങനെ 15 ചോദ്യം ചോദിച്ചു. എനിക്ക് അങ്ങോട്ട് ഒരൊറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ. ഈ പകുതി തീർന്ന പദ്ധതി എന്തുകൊണ്ട് മുടക്കി? എന്തുകൊണ്ടത് പൂർത്തീകരിക്കാൻ തയ്യാറായിട്ടില്ല? എന്തുകൊണ്ട് ഈ പദ്ധതിയെ വേട്ടയാടുന്നു എന്ന് ഞങ്ങളുടെ ചോദ്യത്തിന് ഇങ്ങോട്ട് ഉത്തരം പറയണ്ടേ? ഞാൻ അവരുടെ 5ആയി 10ആയി 15ആയി, ആ 15 ചോദ്യം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഞങ്ങളുടെ ഒറ്റ ചോദ്യമുണ്ട്, എന്തിനാ ഈ പൂർത്തിയാകാറായ ഈ പദ്ധതി ചവിട്ടിമുക്കുന്നു? അത് കോട്ടയം നിവാസികളുടെ അവഗണനയല്ലേ? അത് സാധ്യമല്ല. അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം.
എന്താ അന്വേഷിച്ചോട്ടെ. ഞാൻ ചോദിക്കട്ടെ, അവർ വെക്കുന്ന വിജിലൻസ് ഉദ്യോഗസ്ഥർ, അവർ പറയുന്ന ഉദ്യോഗസ്ഥർ അന്വേഷണം നടക്കട്ടെ. 8 കൊല്ലമായി അന്വേഷിക്കാത്തത് ഈ 10 കൊല്ലം കൂടിയിട്ടാണ് ഇനി അന്വേഷണത്തിലോട്ട് വരുന്നത്. അവരെന്ത് വേണമെങ്കിലും അന്വേഷിക്കട്ടെ, എവിടെ വേണമെങ്കിലും അന്വേഷിക്കട്ടെ. അന്വേഷണം എന്നൊക്കെ ചുമ്മാ പറഞ്ഞു നടക്കുന്നതല്ലേ ഉള്ളൂ. എന്ത് വേണമെങ്കിലും അന്വേഷിക്കട്ടെ. ഞങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? ഞങ്ങൾക്കുള്ള പ്രശ്നം ഈ പദ്ധതി തീരണമെന്നുള്ളതാണ്. പദ്ധതി തീർക്കാതിരിക്കാൻ അവർ ചെയ്യുന്ന വേലയാണ് ഈ പദ്ധതിയെ ആക്ഷേപിക്കാനുള്ള പരിശ്രമം. അത് ഞങ്ങൾക്ക് സഹിക്കില്ല. ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നവുമില്ല. അത് ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. ഇത് മാത്രമല്ല, ഈ നിയോജക മണ്ഡലത്തിൽ ആരംഭിച്ചിട്ടുള്ള 7-8 പദ്ധതികളുണ്ട്. മീനച്ചിലാറ്റി കിടക്കുകയാണ് ഞങ്ങളുടെ റെഗുലേറ്റർ കം ബ്രിഡ്ജ്. 6 തൂണുണ്ട്, അത് ആറ്റിക്കിടക്കുക. ബാക്കിയുള്ള തൂണൂടെ വന്നെങ്കിലേ അക്കരെ എത്തൂ. എന്താ ഇവർക്കുള്ള മറുപടി? എന്താ ഇവർക്ക് എന്തെങ്കിലും ഉത്തരം പറയാറുണ്ടോ? നമ്മളുടെ പടിഞ്ഞാറൻ മേഖലയുടെ വികസനം സംബന്ധിച്ച് ഞാൻ ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുള്ളതാണ്. എന്താ ഒന്നും ചെയ്യാത്തത്? വെള്ളപ്പൊക്കമില്ലാത്ത കോട്ടയം എവിടെ പോയി? വെള്ളപ്പൊക്കം ഇല്ലാത്ത കോട്ടയം എന്ന് പറഞ്ഞിട്ട് മുണ്ട് താത്തിട്ട് നടക്കാൻ ആളുകൾക്ക് പറ്റുന്നില്ല. വെള്ളം പൊങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തൊരു ഗതികേടാണിത്. എന്നിട്ട് വെറുതെ വലിയ കാര്യങ്ങൾ പറയാണ്. പ്രളയരഹിത കോട്ടയം എന്ന് പറയുന്നത് എവിടെ പോയി? ഇവിടെ വേറെ ചില പദ്ധതികൾ കൂടി പറയുന്നുണ്ടല്ലോ. ഞാൻ ഇതിനോട് കൂട്ടി പറയുന്നില്ല. എല്ലാ അന്വേഷണം നടത്തട്ടെ, അതും അന്വേഷണം നടത്തട്ടെ, അതിനെക്കുറിച്ചും അന്വേഷണം നടത്തട്ടെ. ജനങ്ങൾ അറിയട്ടെ എത്ര കോടി രൂപ എവിടെ നമ്മളുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മുടക്കിയിട്ടുണ്ട്, എത്ര കോടി രൂപ നമ്മളുടെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ മുടക്കിയിട്ടുണ്ട്, എന്ത് പ്രയോജനം ഈ നാട്ടിൽ കിട്ടി, അതിനെക്കുറിച്ച് പറയണ്ടേ? ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിൽ വികസനം നടക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള വിമുഖതയുള്ള വികസന മുടക്കികളുടെ വർത്തമാനമാണ്. ഞങ്ങൾക്ക് ആ വർത്തമാനത്തിന് മറുപടിയില്ല. ഒറ്റ ചോദ്യം മാത്രം: പകുതി പൂർത്തിയായ ഈ പദ്ധതി എന്തുകൊണ്ട് പൂർണ്ണമാക്കുന്നില്ല? അതിനുവേണ്ടിയുള്ള നടപടി എന്തുകൊണ്ടെടുക്കുന്നില്ല? തൃപ്തിപരമായി ജനങ്ങളോട് വിശദീകരിക്കട്ടെ. അത് എനിക്ക് ഇവർക്ക് വെക്കാനുള്ള കൂടോത്രം എൻ്റെ കയ്യിലില്ല. അല്ലെങ്കിൽ ഞാനൊരു കൂടോത്രം നോക്കിയത് ഇല്ല. അതൊന്നും നമ്മളിപ്പോൾ ഇത് വേറെ അത് വേറെ. ഇതിവിടെ ഇപ്പോഴത്തെ വികസന പ്രശ്നമാണ്. ആ വികസന പ്രവർത്തനത്തിന് നമുക്ക് പരിഹാരം ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, പാവപ്പെട്ട സ്ത്രീകളടക്കം എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ്. നാടിൻ്റെ ശബ്ദമാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ നീക്കുന്നത്.